നമ്മുടെ തിരുവനന്തപുരത്തെ റവന്യൂ ജില്ലാ കലോത്സവ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കലോത്സവമല്ല, കലാപമാണ്, സംഘർഷമാണ്. നെയ്യാറ്റിൻകര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിലാണ് സംഘർഷമുണ്ടായത്. ഹയർ സെക്കൻഡറി വിഭാഗം വഞ്ചിപ്പാട്ട് മത്സരത്തിന്റെ ഫലപ്രഖ്യാപനത്തെ ചൊല്ലിയായിരുന്നു തർക്കം. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അഞ്ജന, ഗുഡ് മോർണിംഗ്. അഞ്ജന, ഈ വഞ്ചിപ്പാട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോയ അഞ്ജനയ്ക്ക് അവിടെ ഭരണിപ്പാട്ട് കേട്ട് നിൽക്കേണ്ടി വന്നോ? എന്താ സംഭവിച്ചത് റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ? സുജയ, റവന്യൂ ജില്ലാ കലോത്സവ വേദി ഒരു സംഘർഷ വേദിയായി മാറുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് സംഭവം നടക്കുന്നത്. ഏകദേശം പുലർച്ചെ 1 മണിയോട് അടുത്തപ്പോഴാണ് സംഘർഷമുണ്ടായത്. വഞ്ചിപ്പാട്ട് മത്സര വേദിയിലാണ് സംഘർഷമുണ്ടായത്. ഈ പ്രധാന വേദിയിലാണ് വഞ്ചിപ്പാട്ട് മത്സരത്തിനിടയിൽ വിദ്യാർത്ഥികളും വിധികർത്താക്കളും തമ്മിൽ സംഘർഷമുണ്ടാകുന്നത്. ഈ വിധി പ്രഖ്യാപനത്തിൽ വിദ്യാർത്ഥികൾ ഒട്ടും തന്നെ തൃപ്തരായിരുന്നില്ല. വിധി ന്യായമല്ല, സ്വാധീനം ചെലുത്തിയാണ് ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിച്ചത്. ഇതേ തുടർന്ന് അവിടെ സംഘർഷമുണ്ടാവുകയും പോലീസ് ഇടപെട്ട് സംഘർഷം ഒത്തുതീർപ്പാക്കുകയുമായിരുന്നു. മാത്രമല്ല, മറ്റു മത്സരങ്ങളുടെ വേദികളിലും സമാനമായ സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾ അടക്കം പങ്കെടുത്തിരുന്ന തിരുവാതിര കളി മത്സര വേദിയിലും പ്രശ്നങ്ങളുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വഞ്ചിപ്പാട്ട് മത്സരം നേരത്തെ നടക്കേണ്ടതായിരുന്നു. അത് ഏറെ വൈകി. ഒടുവിൽ രാത്രി 1 മണിയോട് അടുത്തപ്പോഴാണ് ഈ മത്സരങ്ങളെല്ലാം കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനാൽ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ അസ്വസ്ഥരായിരുന്നു. നേരത്തെ തന്നെ മേക്കപ്പും ചെയ്ത് മത്സരത്തിനായി പങ്കെടുക്കാനായി അവർ കാത്തിരിക്കുകയുമായിരുന്നു. എന്നിട്ടും യാതൊരുവിധ മുൻകരുതലുകളും ഇല്ലാതെ ഇങ്ങനെ അലസമായ രീതിയിൽ ഈ മത്സരം സംഘടിപ്പിച്ചതിനെതിരെയും ഈ ന്യായമല്ലാത്ത വിധി പ്രഖ്യാപിച്ചതിനെതിരെയുമാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. എന്തായാലും പോലീസ് ഇടപെട്ട് സംഭവം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. എന്നാലും തങ്ങൾക്ക് കൃത്യമായ ഇതിന് വിശദീകരണം വേണമെന്നാണ് വിദ്യാർത്ഥികൾ അടക്കം ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. സുജയ. ഓക്കെ, അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കലോത്സവം ഒരു കലാപോത്സവമായി മാറുന്ന കാഴ്ചയാണ് ഇന്നലെ വഞ്ചിപ്പാട്ട് വേദിയിൽ കണ്ടത്.